Hi friends, thank you so much for watching BeautyLounge. എൻ്റെ പേര് Acme. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു തനി നാടനായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ഫെസ്റ്റീവ് സീസണൊക്കെ അല്ലേ, അപ്പോൾ ഒരു നാടൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലെൻസ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. നമ്മൾ ഏത് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ലാക്മിയുടെ 9 to 5 റേഞ്ചിലുള്ള ഒരു CC ക്രീമാണ് ഞാൻ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഞാൻ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തം എൻ്റെ ഫേസിലും അതേപോലെ തന്നെ നെക്കിലും ഈവണായിട്ട് ഞാൻ മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാക്മിയുടെ തന്നെ കാരമൽ ഫ്ലേവറാണിത്. എന്നിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രൗ പെൻസിൽ എടുത്തിട്ട് എൻ്റെ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെയാണോ ഗ്യാപ്പുള്ള ആ ഗ്യാപ്പിൽ മാത്രം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്പൂലി വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റിലെ ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ നോസ് ഒന്ന് ചെറുതായിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുൾ ഫേസൊക്കെ കോണ്ടോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ആ എൻ്റെ നോസ് മാത്രം ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാർഷ് ലൈൻസ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു നാച്ചുറൽ എഫക്റ്റ് നമുക്ക് കിട്ടും. ബേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാക്മിയുടെ സൺ എക്സ്പേർട്ട് ഒരു അൾട്രാ മാറ്റ് കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വിത്ത് SPF 40. എൻ്റെ ഫേസിൽ മൊത്തം നന്നായിട്ടത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്കിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നെക്കിൽ ഞാൻ ക്രീം യൂസ് ചെയ്തല്ലോ അതുകൊണ്ട്. എന്നിട്ട് ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ക്രീസിൽ മാത്രം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രീസ് ഏരിയയിൽ മാത്രം ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിൽ, ഫേസിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിൽ മാത്രം ഞാൻ ഈ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രൗ ബോൺസിലും അതേപോലെ തന്നെ ബ്രിഡ്ജ് ഓഫ് ദ നോസിലും ചീക്ക് ബോൺസിൻ്റെ ഏരിയസിലും അത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു വിത്തിൻ ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പ്ലമ്മിൻ്റെ നേച്ചർ സ്റ്റുഡിയോ കാജൽ എടുത്തിട്ട് എൻ്റെ വാട്ടർ ലൈനിലും അതേപോലെ തന്നെ ലോവർ ലാഷ് ലൈനിലും നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ സ്മഡ്ജ് ചെയ്തും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് Maybelline ടോട്ടൽ ടെംപ്റ്റേഷൻ മസ്കാര ഞാൻ എൻ്റെ ലാഷസിൽ അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഒരു കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ഡിഫറൻസാണ് നമ്മൾ ഈ മസ്കാര ഇടുമ്പോൾ കിട്ടുന്നത്. ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ് ക്രയോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബ്രൗൺ നൂഡ് കളറാണ്, നല്ലൊരു നാച്ചുറലായിട്ടുള്ള ലുക്ക് കിട്ടുന്നൊരു ലിപ് ക്രയോണാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെയറിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് നമ്മൾ കുളിപ്പിനിടാൻ വേണ്ടി എടുക്കുന്ന പോലെ ഒരു ഇത്തിരി സൈഡിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ബാക്കിലൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഹെയർ സ്റ്റൈലും. അപ്പോൾ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടും കൂടെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ഗൈസ്. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.